ഡിപ്രസ്ഡ് ആണല്ലോ. മടുത്തു. ഒരു ജോലിയും കിട്ടുന്നില്ല. 50,000 രൂപയാണ് അത്രേ ഒരു ജോലി തരാൻ. അത്രയും കാശ് കയ്യിലുണ്ടെങ്കിൽ ആർക്കാ ജോലിയുടെ ആവശ്യം? നിന്റെന്ന് വാങ്ങിച്ച കടം തന്നെ തിരിച്ചു തരാൻ നിവൃത്തിയില്ല. സാരില്ല, വലിയ ജോലിയൊക്കെ കിട്ടി ധാരാളം പണമൊക്കെ ആവുമ്പോ എല്ലാം പലിശയും ചേർത്ത് ഞാൻ വാങ്ങിച്ചോളാം. നടക്കുന്ന കാര്യം പോലും പറ. ഞാൻ എന്തൊക്കെയാ നേർന്നിരിക്കുന്നതെന്നറിയോ? പക്ഷേ വലിയ ആളാവുമ്പോ ഈ പാവപ്പെട്ട ചായക്കടക്കാരും മറന്നു കളയരുത്. ശേഖർ, അണ്ണനും കൂടെ പോയാ ഞങ്ങൾ എന്ത് ചെയ്യും? എന്തു വന്നാലും അരിയണനായിരുന്നു ഒരു ധൈര്യം. അബ്ബാസ് അലിയുടെ ഓർഡറാണ്. ഇവിടുന്ന് പോകാതിരുന്നാല് അവന്റെ ആൾക്കാർ ഇവിടെ വന്ന് എന്നെ അടിച്ചിറക്കും. എനിക്ക് മാത്രമാവില്ല ഉപദ്രവം. എനിക്കാരെയും പേടിയൊന്നുമില്ല. ഇങ്ങനെ ജീവിക്കുന്നതിലും നല്ലത് വല്ലവൻ്റെയും തല്ലുകൊണ്ട് ചാവുന്നതാ. നിന്റെ കാര്യം മാത്രമല്ല, പാവം സർദാർജിയും ശേഖറും എല്ലാവർക്കും ശല്യമാവും. ഇത്രയും കാലം ഇവിടെ ഉള്ളവർ എന്നോട് കാണിച്ച സ്നേഹം മാത്രമാണ് ഞാൻ സമ്പാദിച്ച മുതൽ. അതെങ്കിലും ബാക്കി ഇവിടെ ഇരിക്കട്ടെ, അതാ ഞാൻ പോവാന്ന് വെച്ചത്. ഇവൻ ഇതുവരെ എണീറ്റില്ലേ? ഓ, ഉണന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ. ഞാൻ പോവാണ്. ഞാൻ പോവാണെന്ന്. എന്ത് പറ്റി ശേഖരന്? കുഴപ്പമൊന്നുമില്ല. ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. നാളെ കാണാൻ ഒക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു. ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. എന്താ അവനിത് ചെയ്യാൻ? മടുത്ത് കാണും. എല്ലാം സഹിക്കുന്നതിന് ഒരു അതിരല്ലേ. കുഞ്ഞുനാൾ തൊട്ടേ ഞാൻ കാണുന്നതാ, ബോംബെയുടെ ഏത് മുക്കിനും മൂലയിലും ഉണ്ട് റൗഡി. അവന്മാർക്ക് റാമോളി ജീവിക്കാനാ ഇവിടെ ഉള്ളവരുടെ വിധി. അബ്ബാസ് അലി അല്ലെങ്കിൽ അവനെ പോലെ വേറൊരു തൊട്ടി. ഇതാ ഞാൻ പറഞ്ഞത്. ഇങ്ങനെ പേടിച്ചോടാൻ തുടങ്ങിയാലേ ബോംബെ മുഴുവൻ കിടന്ന് ഓടാനേ സമയം കാണും. വാചകം അടിക്കാൻ എല്ലാവരും ഉണ്ട്. ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. തല്ലുകൊണ്ട് ചാവുന്നതിന് പട്ടിണി കിടന്ന് ചാവുന്നതിനെക്കാട്ടിലും അന്തസ്സുണ്ട്. നീയൊക്കെ എൻ്റെ കൂടെ നിൽക്കാം. ആരില്ലെങ്കിലും ഞാൻ നിൽക്കാം. ചുമ്മാ അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല. കാശുണ്ടാക്കാനുള്ള വല്ല പണിയും തുടങ്ങണം. എന്ത് പണി? ചുരുങ്ങിയ ചെലവിൽ 10 കാശുണ്ടാക്കാനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ചാരായം മാറ്റാനോ? അല്ല, കുടിക്കാൻ. സാധനം ഉണ്ടാക്കി തന്നാ മതി, കൊണ്ടുപോയി കച്ചവടമാക്കി കാശുണ്ടാക്കി തരുന്നതിന് ഞാൻ ഏറ്റു. പോലീസ് പിടിച്ചാലോ? അബ്ബാസ് അലിയും പോലീസും ശാപ്പാടും എല്ലാം കൂടെ നടക്കില്ല. റെഡി ആണെങ്കിൽ പറ, തുടങ്ങാനുള്ള കാശ് ഞാൻ ഒപ്പിക്കാം. ഏയ്, അത് വേണ്ട. വല്ല കള്ളക്കടത്തും. എന്തോന്ന് എടുത്തു വെച്ച് കടത്തും? കള്ളക്കടത്തും. നീ പറഞ്ഞ തന്നെ മതി. ചാരായെങ്കിൽ ചാരായം. ഒരു ജോലിയില്ലാതെ ഇനിയും നിങ്ങൾക്കൊക്കെ ഒരു ഭാരമായി ജീവിക്കാൻ വയ്യ. വീട്ടിലെ സ്ഥിതിയാണെങ്കിൽ വളരെ കഷ്ടമാണ്. പാവം എൻ്റെ അമ്മ തൂത്തുവാരിയും പാത്രം മുറിയും പഠിപ്പിച്ചതാ മോനെ ഒരു എഞ്ചിനീയർ ആക്കാൻ. താൻ മരിച്ചാൽ അത് മാറുവോടോ? ഗോവിന്ദൻകുട്ടി തന്നോട് വഴക്കിടുന്നതിൻ്റെ കാര്യം എനിക്കിപ്പം മനസ്സിലായി. ഗതി കെട്ടാലും ഉടുപ്പൊലയുന്ന പണി ചെയ്യാൻ തനിക്ക് മടിയാണ്. ദുരഭിമാനം. മോഹിച്ച ജോലി കിട്ടിയില്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി മറ്റൊന്ന് കണ്ടെത്തണം. ചീപ്പ് മാനുവൽ ലേബർ ആണെങ്കിലും. ഞാൻ എന്തും ചെയ്യാം. എങ്കിൽ ജോലി ഞാൻ തരാം. ഡിഗ്രിയും സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല. പക്ഷെ കോട്ടും സൂട്ടും ഒന്നും ഇടാൻ പറ്റില്ല. ദേഹം അനങ്ങി പണി ചെയ്യേണ്ടി വരും. എന്താ ഇത്? ഇനി ഇതായിട്ട് എന്തിനാ ബാക്കി? നിന്റെ അമ്മ തൂത്തും തുടച്ചും കഷ്ടപ്പെട്ടത് ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ലേ? പഠിച്ചത് എന്തെങ്കിലും ഉപകരിക്കും. എത്ര കന്നാസ് റെഡി ആയിടേ? 3 കന്നാസ് റെഡി. 3 എണ്ണോ? വെളുപ്പാങ്കാലം തുടങ്ങിയല്ലേ? ഇത്രയാണല്ലോ. ഇവിടെ കിടന്ന് തല്ലുകൂടാനാണ് പരിപാടിയെങ്കിൽ ഞാനിതെല്ലാം പൂട്ടിക്കെട്ടി എൻ്റെ പാട്ടിന് പോകും. മാട്ടുങ്കയിലൊക്കെ ഉള്ള നാരങ്ങ റെഡിയാ. നീ എടുത്ത് വണ്ടി കയറ്റ. എന്താടാ കാർലി? ചോദിച്ച കേട്ടില്ലേ? അത്
ഞങ്ങളറിയാതെ പുതിയ കച്ചവടമൊക്കെ തുടങ്ങിയിരിക്കാനല്ലടാ. നീയാണോ ഇവരുടെ പുതിയ നേതാവ്? എത്ര നാളാണ് ഇത് തുടങ്ങിയിട്ട്? എത്ര കാശുണ്ടാക്കിയടാ? എന്താ വായന നാക്കില്ലേ? ആരൊക്കെയാണ് നിന്റെ ചിങ്കിടികള്? പറയടാ, പറയടാ, പറയാൻ, പറയടാ പള്ളി. എടാ നീ എന്താ ഊട്ടി കാട്ടിയത്? മനുഷ്യനെ മനസമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ലേ? അബ്ബാസ് അലിയുടെ ആളെ അടിച്ചവങ്ങളെ യാരെയെങ്കിൽ ഉയരോടെ വിട്ടതല്ലേ? അയാൾ അറിഞ്ഞാ പിന്നെ ഇവിടെ ചോര കളമായിരിക്കും. झगड़ा करने से पहले ये भी सोचना था कि दूसरों को भी तकलीफ होगी। അബ്ബാസ് ഇവിടെ വന്നിറങ്ങിയ നിങ്ങളെ മാത്രമല്ല ഞങ്ങളെ വെച്ചേക്കില്ല. എത്ര നാൾ അവന്മാരുടെ തല്ലുകൊണ്ട് ഇങ്ങനെ ജീവിക്കും? ഇത്രയും നാൾ ഞങ്ങൾ ഇങ്ങനെയല്ലേ ജീവിച്ചോണ്ടിരുന്നത്. മര്യാദയ്ക്ക് അവർ ചോദിക്കുന്നതും കൊടുത്തോണ്ടിരുന്നാലേ ഒരു കുഴപ്പം ഉണ്ടാവില്ല. കഷ്ടപ്പെടാൻ നമ്മൾ ബോസിന് സൂക്കിയാവന്മാരും അല്ലേ? നീ മിണ്ടി പോവരുത്. എല്ലാത്തിന്റെയും ശവം ഉടനെ കാണാം. ആരുടെയും ശവം ആരും കാണാൻ പോകുന്നില്ല. അബ്ബാസ് അലി ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് പോയി അയാളെ കണ്ടോളാം. കൊന്നാലും തിന്നാലും എന്നെയല്ലേ ആവുള്ളൂ. ആയിക്കോട്ടെ, തെറ്റ് ചെയ്തത് ഞാനല്ലേ, ശിക്ഷ ഞാൻ മാത്രമായിട്ട് അനുഭവിച്ചോളാം. क्या अब्बास हैं? यहीं ठहरो साहब, कोई मिलने को आया है? चला सा. நான் அங்கே வரலான் தான் இருந்தேன். அதுக்கு முன்னாடி நீ இங்கே வந்தது ரொம்ப நல்லதாக போச்சு. ക്ഷമിക്കണം, അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഞാൻ മാത്രമാണ്. മറ്റാർക്കും അതിൽ യാതൊരു പങ്കുമില്ല. मैंने तेरे को 48 घंटे की मोहलत दी, लेकिन तूने ये शहर नहीं छोड़ा. मेरे इजाज़त के बगैर तूने दारू का धंधा शुरू किया और मेरे आदमी को मारा. ये मेरी गलती थी कि मैंने मेरे दुश्मन को जीने का मौका दिया. ആരെ എതിർക്കാനൊന്നും എനിക്ക് ഉദ്ദേശമില്ല. കയ്യിലുള്ള കുറച്ച് കാശ് വെച്ച് ജീവിക്കാൻ വേണ്ടി ഒരു പണി ചെയ്യുന്നു എന്ന് മാത്രം. കൂടുതൽ സംസാരിക്കണ്ട. ഞാൻ പറഞ്ഞത് നീ കേട്ടില്ല. അതിൻ്റെ പിഴയായിട്ട് ആഴ്ചയിൽ 2000 രൂപ വെച്ച് എനിക്ക് തന്നോളണം. അത്രയും കാശൊന്നും ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല. ரொம்ப பேசுன ரேட்டிന് ஏறிடும். അബ്ബാസി, अरे चुप! ये जुर्माना सिर्फ तेरे वास्ते नहीं है, ये उन लोगों के वास्ते है जो लोग मेरे को तेरे कारोबार के बारे में नहीं बताया. उन सब लोगों को भी जुर्माना भरना पड़ेगा. അബ്ബാസിനെ അറിയിക്കാതെ കച്ചവടം തുടങ്ങിയതാ പോട്ട്. അയാളുടെ മെക്കെട്ട് കയറാനും കൂടെ തുടങ്ങിയാലോ? ഡാടാ, നീ വലിയ വായൊന്നും അടിക്കണ്ട. അവന്റെ ദേഹത്തോടരുത്, അടിച്ചതിന്റെ ചെവിക്കുരിച്ചോളയും. വിടുശേഖരേ, നിങ്ങൾ എന്നെ ചൊല്ലി തകരാറൊന്നും വേണ്ട. അബ്ബാസിന് 2000 രൂപ കൊടുക്കാൻ പറ്റില്ല, അത്രയല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പിന്നെ എത്ര കൊടുക്കാം? 500 രൂപ താൻ കൊടുത്തിട്ടുണ്ടോ? അത് കൊടുത്താൽ മതി. അതിന് അബ്ബാസ് സമ്മതിക്കണ്ടേ? ഞാൻ സമ്മതിപ്പിച്ചോളാം. ഗണപതി പൂജയുടെ അന്ന് കാശ് കൊടുക്കാമെന്നാണ് ഞാൻ ഏറ്റിരിക്കുന്നത്. നിങ്ങൾ കാശ് എൻ്റെ കയ്യിൽ തന്നാൽ മതി. സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ തെരുവിലേക്ക് വരില്ല. പോരെ? क्या हुआ? ഒരിക്കൽ ജയിലിൽ പോയപ്പോഴെങ്കിലും നീ നന്നാവെന്ന് വിചാരിച്ചു. എന്താണ് പൊട്ടിച്ചേ? 5 ദിവസമായി ആഹാരം കഴിച്ചിട്ട് നിവൃത്തിയില്ലാഞ്ഞിട്ടാ. ये किसका है? मेरा है. അങ്ങോട്ട് വന്ന നിങ്ങൾ കേട്ടില്ലെന്നറിയാം. കിടന്നിരുന്ന പുര വരെ വിട്ടിട്ടാണ് ദുബായി പോവാൻ ഞാനിവിടെ വന്ന് പണം മുഴുവൻ വാങ്ങി അവന്മാരെന്നെ പറ്റിച്ചു.
എന്റെ കത്തുപടം സ്വപ്നം കണ്ട് പട്ടിണി ഇളക്കുന്നൊരു കുടുംബമുണ്ട് നാട്ടില്. നിവൃത്തിയില്ല ചേട്ടാ, ഞാനെന്താ വേണ്ടേ? Hi. ഹാർബറിൽ നേവിക്കാരിറങ്ങിയ നിനക്ക് കോളാ, ഓട്ടം കിട്ടുമല്ലോ. റെഡ് ഷീറ്റിലേക്കും അതുപോലെ പെണ്ണുങ്ങളോടത്തേക്കെല്ലാം. ആ ടൈപ്പ് ചൊക്ലി നേവി അല്ല ഈ സായിപ്പ്. ക്യാപ്റ്റനാ ഇറ്റാലിയൻ ഷിപ്പിലെ. ഹരി കഴിഞ്ഞു കേട്ടോ. ഇന്ന് അത്രേ കാണൂ. കൊളാബ ഏരിയയിലേക്കുള്ളത് നാളെ കൊടുത്തയക്കാം കാലത്ത്. കാലത്ത് സായിപ്പിന്റെ ഓട്ടം ഉണ്ടായിരുന്നു. ലോങ് ട്രിപ്പാ, പറഞ്ഞ കാശ് കിട്ടും. ഒന്നുകിൽ ഈ പണി ചെയ്യണം, അല്ലെ സാഹിബിന്റെ. എന്താ പറയാൻ? അത് അച്ഛൻ എന്താ പറഞ്ഞെന്ന് വെച്ചാ? ആ എനിക്കറിയാം. റബ്ബർ എസ്റ്റേറ്റ് വാങ്ങിയ വകയിൽ അമ്മാവന് ചില്ലറ കടമുണ്ട്. അത് വീട്ടാൻ എൻ്റെ ഒരു വസ്തു വിൽക്കണം. എന്നോട് ചോദിക്കാമല്ലോ. ചോദിച്ചപ്പോഴൊക്കെ ഞാൻ എഴുതി കൊടുത്തിട്ടില്ലേ? ഇല്ല, ഞാൻ സമ്മതിക്കത്തില്ല. മുമ്പ് ചോദിച്ചപ്പോഴൊക്കെ വസ്തു ഏതെന്നോ വില എന്തെന്നോ അന്വേഷിക്കാതെ പറഞ്ഞ സ്ഥലത്തൊക്കെ ഒപ്പിട്ട് തന്നവളാ ഞാൻ. പക്ഷെ ഇതെന്റെ അനിയനും കൂടി അവകാശപ്പെട്ട സ്വത്താ. അവന് വേണ്ടി ആരും ബാധിക്കണ്ട. ചെറുപ്പം തൊട്ട് തന്തയും തള്ള ഇല്ലാത്തത് അറിയിക്കാതെ അവനെ എടുത്തു വളർത്തിയത് എന്റെ അച്ഛനാ. നിന്നെ ആ കണക്കിൽ ഞങ്ങൾക്ക് നഷ്ടേ കാണൂ. ഇല്ലടി, നിന്നെ പോലൊരു മൂദേവിയെ തലയിലേറ്റി നടക്കേണ്ടി വന്ന എന്റെ ഗതിയോട് ഓർത്താലേ. ഓ, മുമ്പത്തെ ഇഷ്ടക്കാരി മതിയായി തോന്നുന്നുണ്ടോ ഇപ്പം? എന്ത് പറഞ്ഞാൽ പാർവതി, നിനക്ക് ഇഷ്ടമില്ലാച്ച വേണ്ട. എന്റെ ആ തോട്ടത്തിന് ഇത്തിരി കടമുണ്ട്. അത് വീട്ടാവല്ലോ എന്ന് കരുതി. അതുകൊണ്ടാ വിൽക്കാവെന്ന് വെച്ചത്. വില ഉറപ്പിച്ച് അച്ചാരം വാങ്ങുകയും ചെയ്തു. അവന്റെ കയ്യിൽ ഇനി ആകെയുള്ള സ്വത്താ തൊടിയാ. അവന്റെ കാര്യത്തിൽ ഞാൻ ചിലതൊക്കെ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. സാവത്രിക്കുള്ളത് അവനുള്ളതെന്നല്ലേ. ഹരിയേട്ടാ, ആ വസ്തുവിന്റെ കാര്യത്തിൽ അച്ഛൻ ചോദിച്ചാ എന്താ പറയണ്ടേ? നീ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ ഇതുവരെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതും സമ്മതമാണെന്ന് പറഞ്ഞേക്ക്. അപ്പൊ തോട്ടം സാവിത്രിക്കുട്ടി വക അല്ലേ? 100 തവണ പറഞ്ഞില്ലേ. എന്താ തനിക്കിത്ര സംശയം? ദാ ഇവിടുന്ന് ഒപ്പിട്ടോളൂ ഹരി. നീ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്? തോട്ടത്തിൽ വല്ല പ്രശ്നമുണ്ടോ? പ്രശ്നം എവിടാണ്? എന്നെ തോട്ടത്തിലേക്ക് പറഞ്ഞു വിട്ട് അമ്മാവൻ ഇവിടെ ചില കാര്യങ്ങൾ നടത്തിയെന്ന് അറിഞ്ഞു. എന്ത് കാര്യം? അമ്മാവൻ സാവിത്രിയുടെ കല്യാണം ഉറപ്പിച്ചോ? ആ, ഞാനത് നിന്നോട് പറയാനിരിക്കേ. നല്ല പയ്യൻ, ഒന്നാന്തരം തറവാട്ടുകാരൻ, ദുബായിൽ വലിയ ശമ്പളമുള്ള ജോലി. പണം കണ്ടാൽ എന്ത് ചെയ്യാനും മടിക്കാത്തവനാ നിങ്ങളെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ജാതി നെറുകേട് എന്നോട് കാണിക്കരുത്. കള്ള കഴിവേറി. എന്ത് പറഞ്ഞാ നീ? എനിക്ക് ജീവനുണ്ടെങ്കിൽ സാവിത്രിയെ മറ്റൊരാൾ വിവാഹം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. പറഞ്ഞു മോഹിപ്പിച്ച് എല്ലാം ഉറപ്പിച്ച മട്ടിൽ മകളെ കൊണ്ട് എന്റെ വസ്തുക്കൾ എഴുതി വാങ്ങിച്ചിട്ട് ഇപ്പോ വാക്ക് മാറിയാൽ എന്ത് ചെയ്യൂടാ നീ? അത് ഞാൻ കാണിക്കാം. ഈ തന്തയ്ക്ക് പിറക്കാത്ത പണിക്ക് എന്ത് പറഞ്ഞാ? ചേച്ചി, നിനക്ക് അങ്ങനെ ആരും ഇവിടെ ഇല്ല. ഉണ്ടായിരുന്ന മുഴുവൻ നീയായിട്ട് അന്യാധീനപ്പെടുത്തിയില്ലേ? വീടും കുടുംബവും എല്ലാം ആ പെണ്ണ് പറയുന്നത് കേട്ട് എഴുതി കൊടുത്തു. നിന്റെ എന്ന് പറയാൻ എന്തുണ്ട് സ്വന്തമായിട്ട് കയ്യില്? സ്വന്തം അനിയൻ നാട്ടിൽ തെണ്ടി നടക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. ഇനി എന്റെ സമാധാനം കൂടെ കെടുത്തരുത്. ഇറങ്ങി പോടാ വെളിയില്. പൊയ്ക്കോ എവിടെങ്കിലും. സാവിത്രി, എനിക്കൊരു കാര്യം അറിയണം. നിന്റെ സമ്മതത്തോടു കൂടിയാണോ ഈ കല്യാണം നിശ്ചയിച്ചത്? മറ്റൊരാൾക്കൊരു ഭാഗ്യം വരുമ്പോ സന്തോഷിക്കുക വേണ്ടത്. ഇങ്ങനെ വഴക്കുണ്ടാക്കി മുടക്കാൻ നടക്കുന്നത് അസൂയുണ്ടാ? സാവിത്രി, വെറുതെ മോഹിച്ചതുകൊണ്ടായില്ല, അതിനുള്ള യോഗ്യത കൂടി വേണം. ഹരിയേട്ടൻ എന്താ ജോലി? എന്നെ കല്യാണം കഴിച്ച ജീവിക്കാൻ വേറെന്താ വരുമാനം? ഇതൊന്നും ഇല്ലാത്ത ഒരാളുടെ കൂടെ വീട്ടുകാരെ പിണക്കി ഇറങ്ങിത്തിരിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. എന്നെ വിട്ടേക്കൂ. പിന്നെ ഞാൻ അവിടെ നിന്നില്ല. ഇവിടം വരെ വന്ന വഴികളെക്കുറിച്ച് വ്യക്തമായ ധാരണകളൊന്നുമില്ല. ഇനി മുന്നോട്ടുള്ളതിനെ കുറിച്ചും. നിന്റെ മാത്രമല്ല കുട്ടി, ഞങ്ങളുടെ എല്ലാം കഥകൾ ഇങ്ങനെ ഓരോന്നൊക്കെ തന്നെ. എന്നെക്കുറിച്ചും ചില ചിത്രങ്ങൾ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പക്ഷേ അതൊന്നും ഓർക്കാൻ ഞാനൊട്ട് ശ്രമിക്കാറുമില്ല.
അതൊക്കെ പോട്ടെ, ഇത് കഴുത്തിലണിഞ്ഞോളൂ. എന്താ? ഒരു രക്ഷയാ. നിനക്ക് വേണ്ടി ഞാൻ പൂജിച്ചു വാങ്ങിയതാ. നിനക്ക് വിശ്വാസം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. എനിക്ക് വേണ്ടി ഇതൊന്ന് കെട്ടുന്നതിൽ വിരോധം ഉണ്ടാവോ? അണ്ണാ, അവന്മാർ വരുന്നുണ്ട്. ആരെ? ആ ബാക്കിയുടെ ഗുണ്ടകള്. അവന്മാർ ഒരു കൂട്ടം ആളുകളുണ്ട്, കൈ നിറയെ ആയുധങ്ങളും. അണ്ണൻ ഇവിടെ ഉണ്ടെന്ന് അവന്മാർ അറിഞ്ഞതാ തോന്നുന്നു. പിന്നിലൊരു വാതിലുണ്ട്, അതുവഴി പൊയ്ക്കോളൂ. വേണ്ട, ഒളിച്ചോടി ഞാൻ മടുത്തു. ഇനി വയ്യ. എന്നെ കിട്ടിയില്ലെങ്കിൽ അവർ ഈ തെരുവ് മുഴുവൻ തല്ലിപ്പൊളിക്കും. എന്നെ ഒളിപ്പിച്ചതിന് ഈ പാവം പെണ്ണുങ്ങളെ അവർ ഉപദ്രവിക്കും, ചേച്ചി ഉൾപ്പെടെ. ഹരി, ഈ നിലയിൽ ഒന്നും പറയണ്ട, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. எதுக்காக என்ன கூப்பிட்டீங்க? एक कमिश्नर बहुत दिन के बाद दिखाई दिया. अरे कहाँ मर गए रे सब लोग? तो चाय लाओ, चल जल्दी. कैसा है? अच्छा है. इनसे मिलो, ये हमारा भाई है. நல்லா தெரியும். பாம்பேல இருக்கிற எல்லா வட்டி கடைகளுக்கும் இவரு தானே ஓனர். हाँ, सेठ के गोदाम में इसका धंधा चलता है. वो क्या है कि सेठ अभी कोर्ट ऑर्डर लेके गोदाम खाली करने आ रहा है. आज से तुम्हारा सिर्फ एक ही काम है, गोदाम खाली करने कोई भी आया उसे खत्म कर दो. बात समझ में आई? और अगर पुलिस आया, कमिश्नर संभालेगा. മാനേജറാണല്ലേ? യെസ് സാർ, ഇവിടെ മിക്ക മലയാളികളും ഞങ്ങളുടെ വരിക്കാരാണ്. ഏതാ നിങ്ങളുടെ കമ്പനി? ശ്രീ ഗുരുവായൂരപ്പൻ ചിറ്റ് ഫണ്ട്. ഓ, ഭഗവാന്റെ പേരിലാണല്ലേ? അങ്ങനെയാണല്ലോ സാർ. സുദർശൻ, ഗരുഡ, ഗോകുൽ. എന്താ ഇത്? പിരിച്ചത്. എന്തിന്? ഹഫ്ത. ഇത്രയും നാൾ അബ്ബാസിലാണല്ലോ വാങ്ങിച്ചിരുന്നത്, ഇനിയിപ്പോ ഇങ്ങോട്ടാണ് വരേണ്ടത്. അങ്ങനെയാണല്ലോ അതിന്റെ ഒരു ഇത്. ഏത്? അണ്ണാ, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു വിലയുള്ളണ്ണ. നിർത്തടാ. ഹഫ്ത പിരിക്കാൻ ഇറങ്ങിയിരിക്കുന്നു കുറെ ചട്ടമ്പിമാര്. ഇതാണ് ഉദ്ദേശമെങ്കിൽ ഞാനും ആ അബ്ബാസ് അലിയായിട്ട് എന്താ വ്യത്യാസം? മേൽ ഹഫ്ത എന്നൊരു വാക്ക് ഈ തിരുവി കേട്ടുപോകരുത്. ഈ പിരിച്ചെടുത്ത പണം മുഴുവൻ അവർക്ക് കൊണ്ട് തിരിച്ചു കൊടുക്കാതെ എൻ്റെ മുമ്പ് വരരുത്. പോ. സാർ, നമ്മുടെ ചിട്ടിക്കാരി. ചിട്ടിയും വട്ടിയും ഇറങ്ങിപ്പെടോ. മനുഷ്യനെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഓരോ കാര്യങ്ങളായിട്ട്. അങ്ങേടുത്ത് എന്തിനാ ചൂടാവാൻ പോയത്? ഞാൻ ആകെ ചമ്മി. ഞാൻ പറഞ്ഞിട്ടല്ലേ അങ്ങനെ വന്നത്. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, മനസ്സിലായില്ലേ? ദാദറിലേക്കുള്ള സാധനം അയച്ചോ? പിന്നെ
70 കന്നാസ് നാരങ്ങി, 500 ലിറ്റർ മൂസാമ്പി, പിന്നെ പ്ലെയിൻ ചായ 500 ലിറ്റർ. സ്റ്റോക്ക് തികഞ്ഞില്ല. ഇന്ന് രക്ഷാബന്ധൻ ദിവസമല്ലേ, നല്ല ചെലവാ. ഓരോരുത്തരിങ്ങനെ താഴെ തെരുവിലെ കുറെ പെണ്ണുങ്ങൾ വന്നിരിക്കുന്നു. എന്തിന്? നിന്റെ കയ്യിൽ രക്ഷ കെട്ടാൻ. കുറെ കാശ് കെട്ടാൻ കൂടി ചെല്ലേ.